ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന്. ന്യൂ മൂണും കൂടെയാണ്, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യാം. ന്യൂ മൂണായിട്ട് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിരുന്നിട്ടുണ്ട് എങ്കിൽ, അതായത് സ്റ്റക്ക് സിറ്റുവേഷനിൽ ഏതെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, സ്റ്റക്കായിട്ടിരിക്കുകയാണ് ആ സിറ്റുവേഷൻ എങ്കിൽ, ഇനി നിങ്ങളുടെ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറുകയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു വൈബ്രേഷനിലായിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ വരും. അത് പ്രകാരം നിങ്ങൾ ഓരോ ഐഡിയ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലായിരിക്കാം. കരിയറിൽ ഓരോ ഐഡിയ എങ്ങനെയെങ്കിലും കരിയറിൽ സക്സസ് ലഭിക്കണം, അതിനുവേണ്ടി പുതിയ പുതിയ ചിന്തകൾ നിങ്ങൾ മനസ്സിൽ വരികയും അത് നിങ്ങളുടെ കരിയറിൽ പ്രയോഗിക്കുകയും അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷേ സക്സസ് ലഭിച്ചാലും കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ്. നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവാണ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഫസ്റ്റ് എനർജി, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂ മൂണിൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലും ഒരു ദേഷ്യ സ്വഭാവം നിങ്ങളോട് കാണിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ച് ചില കാര്യങ്ങൾക്ക് ആവശ്യമില്ലാതെ ദേഷ്യം കാണിക്കും. ഇവരുടെ ഹെക്റ്റിക് ഷെഡ്യൂളാണ് ഇത്രയും കാലം ഇവരുടെ കരിയറിൽ നടന്നുകൊണ്ടിരുന്നത് എങ്കിൽ അതിലൊരു റിലാക്സ് ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇവരുടെ ആ ഒരു ഡയറ്റിൽ ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പെട്ടെന്ന് സഡനായിട്ട് രാവിലെ എക്സസൈസ് ചെയ്യുക, ഇല്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, പെട്ടെന്ന് മന്ത്രങ്ങൾ കേൾക്കുക, അതിനോടൊക്കെ കൂടുതലായിട്ട് ഒരു ആഗ്രഹം തോന്നുക, അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരും കരിയറിൽ ബിസിനസ്സിൽ സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി പുതിയ പ്ലാൻ ഇവർ അതിൽ ചെയ്യുന്നതായിട്ടും ഇവരുടെ പ്ലാൻ വർക്കൗട്ടായി ഇവരുടെ ബിസിനസ് ഇവരുടെ കരിയറിനെ ഒത്തിരി ഉയരത്തിലേക്ക് ഇവർക്ക് എത്തിക്കാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് പുതിയ പുതിയ ഐഡിയ നിങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഇവർക്കും പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ പ്ലാനും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മനസ്സിൽ. ഇതുകൂടാതെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവർ എഫേർട്ട് എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ കുറച്ചൊരു പൊസസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫുൾ മൂണിൻ്റെ ആ ഒരു എനർജി. ഇനി ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഈ ഫുൾ മൂൺ ന്യൂ മൂൺ സമയത്ത് ഇമോഷൻ വളരെ ഹൈ ആകും. അതേപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻസ് വളരെ ഹൈ ആവുന്നുണ്ടെങ്കിൽ അതേപോലെ ബാലൻസ് ആവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ. അതായത് ഇവരുടെ ദേഷ്യം ഭയങ്കരമായിട്ട് എക്സ്ട്രീമായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതേപോലെ ഇവർ ബാലൻസ് ആവുകയും, എക്സ്ട്രീമിലി ഇവർ നിങ്ങളോട് റൊമാൻറ്റിക് ആവുകയാണ് എങ്കിൽ അതേപോലെ നേരെ ബാലൻസിൽ വരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്റ്റക്ക് സിറ്റുവേഷനിൽ ഒരു മൂവ്മെൻ്റ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇവർ എഫേർട്സ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സണൊരു തിരിച്ചറിവ് ഉണ്ടാകും. അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് എന്തോ ഒരു പാസ്റ്റ് ലൈഫ് ജേണിയാണ്. നിങ്ങൾ തമ്മിൽ ഉള്ളത് ഒരു സോൾമേറ്റ് ജേണിയോ പാസ്റ്റ് ലൈഫ് ജേണിയോ എന്തോ ഒരു കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു ബന്ധമാണ് എന്നിവർക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ട്രാപ്ഡ് സിറ്റുവേഷൻ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറേ ആൾക്കാർക്ക് മെസ്സേജും കോൾസും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. സ്ട്രോങ് ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മം എങ്ങനെയാണോ അതനുസരിച്ച് ബലം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ കർമ്മം പോസിറ്റീവാണ് എങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ റൊമാൻസും എല്ലാം കൂടുതലാവും. നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാകും നിങ്ങൾക്ക്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള കർമ്മബലമാണ് എങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ കർമ്മബലം എന്താണോ അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മിക്ക ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷന് പുറത്ത് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു മൂവ്മെൻറ്റ് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മാരേജ് ആയിട്ടുള്ള കപ്പിൾസ് സെപ്പറേഷനിലാണ് എങ്കിൽ യൂണിയൻ്റെ ചാൻസ് കൂടുതലായിട്ട് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇനി അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് സെപ്പറേഷനിലാണ് എങ്കിൽ അവർക്കും യൂണിയൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ആ ഒരു കാര്യമുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് വഴക്കെടുക്കുകയാണ് ഇപ്പോൾ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കാരണം ഇവരുടെ മൂഡ് ഇന്ന് നല്ലതായിട്ടല്ല കാണാൻ സാധിക്കുന്നത്. ഇവരുടെ മൂഡ് ശരിയല്ലാത്തത് കൊണ്ട് ലക്കി വൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ 24 മണിക്കൂറിനുള്ളിൽ ഇവരുടെ കോളോ മെസ്സേജോ വരികയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്റ്റ് നടത്തുന്ന കാരണം നിങ്ങളെ കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ഇവർക്ക് തോന്നത്തില്ല, ഒറ്റപ്പെടൽ അനുഭവിക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ രണ്ട് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇവർ ത്യാഗം ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ ഫാമിലിയോട് നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഫാമിലി പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ എന്നെ ത്യാഗം ചെയ്തോളൂ, ഫാമിലിയെ വിട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിച്ചോളാം, ഫാമിലി പറഞ്ഞതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്കൊരു സ്റ്റാൻഡ് എടുത്തേ പറ്റുള്ളൂ ഈ ഒരു സിറ്റുവേഷനിൽ. ഇവിടെ തേർഡ് പാർട്ടി ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഡ്രാമ കാരണം നിങ്ങളുടെ പേഴ്സൺ ഡിസ്റ്റർബ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന 27 മണിക്കൂർ എനർജി വളരെ ഹെവി ആയിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ ഇതാണ് നോ കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഈ കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ 14499888 ഈ ഒരു നമ്പേഴ്സ് 811 ഈ ഒരു നമ്പേഴ്സിൻ്റെ ആ ഒരു എനർജി, കൂടാതെ 444ൻ്റെ ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അടിക്കടി ഈ ഒരു നമ്പർ കാണുന്നുണ്ടായിരിക്കാം. ഇവിടെ പ്രധാനപ്പെട്ട നമ്പർ എന്ന് പറയുന്നത് 999. ഈ നമ്പർ നിങ്ങൾ മെയിനായിട്ട് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കാൻ. കൂടാതെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ചില വിഷസ് പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളെക്കുറിച്ചുള്ള. അപ്പോൾ ഈ ഒരു എനർജിയെ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആകുന്നതായിട്ടും എക്സ്പ്രഷൻ ഓഫ് ലവ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ കോൺടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സണിന് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവരുടെ ഈഗോ കുറച്ച് ഹൈയിൽ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ഒരു ടൈം പീരീഡിൽ കുറച്ചൊരു വർക്കഹോളിക് ആയിട്ടുള്ള ബിഹേവ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ ഓഫീസിലെ എല്ലാ ജോലി ഇവരുടെ തലയിലാണ്. നിങ്ങളോട് സംസാരിക്കാൻ പോലും ഇവർക്ക് സമയമില്ല. അങ്ങനെയൊക്കെ രീതിയിൽ ഇവർ നിങ്ങളോട് പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വേറെ നെഗറ്റീവ് എനർജിയൊന്നും കോൺട്രാസ്റ്റ് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ കാണുന്നില്ല. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് ദൈവം ഒരു വഴി തന്നിട്ടുണ്ട്, ആ വഴി പോവുക. ആദ്യമൊക്കെ ഒരു മറ പോലെ ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് വഴി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പേടി കൂടാതെ ഭഗവാൻ കാണിച്ചെന്ന വഴിയിൽ കൂടെ മുന്നോട്ട് പോകുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി നിങ്ങൾ തെറ്റായ ഡയറക്ഷനാണ് ചൂസ് ചെയ്തത് എങ്കിൽ ഒത്തിരി വെല്ലുവിളികൾ നിങ്ങൾക്ക് ആ വഴിയിൽ വരും, ഒത്തിരി ബ്ലോക്കേജസ് വരുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാം നേടിക്കഴിഞ്ഞു, ഇനി ഒന്നും നേടാനില്ല എന്ന് ആണ് എങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് സ്റ്റാർട്ടപ്പ് മാത്രം ആയിട്ടേ ഉള്ളൂ, ഇനിയും നിങ്ങൾക്ക് നേടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. മിക്ക ആൾക്കാരും ഹോപ്പില്ലാതെ വിഷമിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിലെല്ലാം എനിക്ക് അവസാനിച്ചു, ഇനി എനിക്കൊന്നും ഇല്ല, എല്ലാം പോയി എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ വിചാരിച്ച് ഹോപ്പെല്ലാം നഷ്ടപ്പെട്ട് ലോ എനർജിയിലോട്ട് പോകുന്നു. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ആ ഡോറിൻ്റെ അപ്പുറം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഡോർ അടഞ്ഞു കിടക്കുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ അങ്ങനെ ചിന്തിക്കരുത്. ആ ഡോറിനപ്പുറം നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ വെറുതെ ലോ എനർജിയിലോട്ട് പോകരുത്. നല്ല ചിന്തകൾ മാത്രം ചിന്തിക്കുക. ആ ഡോറിനപ്പുറം എനിക്ക് സന്തോഷമാണുള്ളത്, അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.